ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന ആക്സിയം 4 ദൗത്യത്തിന് തുടക്കം. മിഷൻ വിജയകരമായി പൂർത്തിയാക്കിയാൽ 4 രാജ്യങ്ങളുടെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകും. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ. മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ ഉരുൾപൊട്ടൽ ആശങ്ക. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 2, 1, ignition and lift off. ചരിത്രം കുറിച്ച് ശുഭാൻഷു ശുക്ല. രാകേഷ് ശർമ്മയ്ക്ക് ശേഷം വീണ്ടും ഒരു ഇന്ത്യക്കാരൻ ബഹിരാകാശത്തേക്ക്. ആക്സിയം 4 ദൗത്യത്തിന് തുടക്കം. ഡ്രാഗൺ പേടകവുമായി ഫാൽക്കൺ 9 റോക്കറ്റ് വിക്ഷേപിച്ചു. 4 അംഗ സംഘം നാളെ വൈകിട്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തും. വയനാട് ചൂരൽമലയിൽ കനത്ത മഴ. പുന്നപ്പുഴ കര കവിഞ്ഞു. ബെയിലി പാലത്തിന് സമീപം കുത്തൊഴുക്ക്. മുണ്ടക്കൈ അട്ടമല റോഡ് വെള്ളത്തിൽ മുങ്ങി. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് അധികൃതർ. മേഖലയിലുള്ളവരുടെ സുരക്ഷയിൽ അനാസ്ഥയെന്നാരോപിച്ച് പ്രതിഷേധവുമായി നാട്ടുകാർ. കോഴിക്കോടിന്റെ മലയോര മേഖലകളിലും മഴ ശക്തം. ഇരുവഴിഞ്ഞിപ്പുഴയിൽ മഴവെള്ളപ്പാച്ചിൽ. വരും ദിവസങ്ങളിൽ സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. പോപ്പുലർ ഫ്രണ്ട് ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്ന് 950 പേരെന്ന് NIA കോടതിയിൽ. ഹിറ്റ് ലിസ്റ്റിൽ ഒരു മുൻ ജില്ലാ ജഡ്ജിയും. ശ്രീനിവാസൻ വധക്കേസിലെ പ്രതി സിറാജുദ്ദീനിൽ നിന്ന് 240 പേരുടെ പട്ടിക ലഭിച്ചെന്നും NIA. അടിയന്തരാവസ്ഥയുടെ നടുക്കുന്ന ഓർമ്മകൾക്ക് ഇന്ന് 50 ആണ്ട്. ഇന്ത്യയുടെ ഇരുണ്ട അധ്യായമെന്നും സംവിധാൻ ഹത്യാദിനമായി ആചരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യമെങ്ങും വിവിധ പരിപാടികൾ. വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ തന്ത്രങ്ങൾ മെനയാനുള്ള തയ്യാറെടുപ്പിൽ മുന്നണികൾ. നിലമ്പൂരിലെ തോൽവി പരിശോധിക്കാൻ CPM-ഉം CPI-യും. വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. നിലമ്പൂരിലെ നേട്ടം ടീം വർക്കിന്റെ വിജയമെന്ന് VD സതീശൻ. പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന് അയവ്. ഇന്നലെ രാത്രി പരസ്പരം ആക്രമിക്കാതെ ഇറാനും ഇസ്രയേലും. ഇറാന്റെ ആണവ പദ്ധതികൾ തകർക്കാനായില്ലെന്ന് പെന്റഗൺ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് തള്ളി ട്രംപ്. ഗൾഫിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ശുഭയാത്ര തുടങ്ങി ശുഭാൻഷു ശുക്ല. ശുഭാൻഷു അടക്കം 4 സഞ്ചാരികളെ ബഹിരാകാശത്തെത്തിക്കാനുള്ള സ്പേസ് എക്സിന്റെ ആക്സിയം 4 വിക്ഷേപിച്ചു. ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് കോംപ്ലക്സ് 39A-യിൽ നിന്നാണ് ശുഭാൻഷുവും ഒപ്പം മുതിർന്ന അമേരിക്കൻ ആസ്ട്രോനോട്ട് പെഗി വിറ്റ്സൺ, പോളണ്ട് സ്വദേശി സ്ലാവോസ് ഉസ്നാസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാബു എന്നിവർ യാത്ര തിരിച്ചത്. നാളെ വൈകിട്ട് 4:30 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തും. 14 ദിവസം അവിടെ ചെലവഴിച്ച് വിവിധ പരീക്ഷണങ്ങൾ സംഘം നടത്തും. 4, 3, 2, 1, ignition and lift off. ഇന്ത്യ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് ആക്സിയം 4 ദൗത്യം. അനിശ്ചിതങ്ങൾക്കൊടുവിൽ ശുഭാൻഷു ഉൾപ്പെടുന്ന സംഘം യാത്ര തിരിക്കുമ്പോൾ ഒരു ചരിത്ര നിമിഷം കൂടി പിറക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ഒരാൾ രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തുകയാണ്. ഉത്തർപ്രദേശുകാരനായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല. നാസയുടെയും ISROയുടെയും സഹകരണത്തിന്റെ ഭാഗമായാണ് ശുഭാൻഷുവിന്റെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്കുള്ള യാത്ര. അമേരിക്കൻ കമ്പനിയായ ആക്സിയമിന്റെ ആക്സിയം 4 മിഷന്റെ 4 പേരടങ്ങുന്ന സംഘത്തിലെ ഒരാളാണ് ശുഭാൻഷു. ഗഗൻയാൻ പദ്ധതിയുടെ ഭാഗവും ഇന്ത്യൻ നാവികസേനയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനുമായ ശുഭാൻഷുവാണ് മിഷൻ പൈലറ്റ്. ഇന്ത്യയ്ക്ക് വേണ്ടി പ്രധാനമായും 7 പരീക്ഷണങ്ങളാണ് ശുഭാൻഷു ബഹിരാകാശ നിലയത്തിൽ നടത്തുക. സൂക്ഷ്മാണുക്കളുടെ വളർച്ച, വികാസം, യാത്രികരുടെ മസിലുകളുടെ ശോഷണം, വിത്തുകളുടെ വളർച്ച തുടങ്ങി ബഹിരാകാശ ശാസ്ത്രത്തിലും ജീവശാസ്ത്രത്തിലുമുള്ള നിർണായകമായ പരീക്ഷണങ്ങളാണിവ. ഗഗൻയാൻ ദൗത്യത്തിന് മുമ്പ് ബഹിരാകാശത്ത് ചെലവഴിക്കാൻ ശുഭാൻഷുവിന് സാധിക്കുന്നതോടെ ഗഗൻയാൻ പദ്ധതിക്കും അത് നേട്ടമാകും. ബഹിരാകാശത്ത് ഏറെ പരിചയസമ്പത്തുള്ള നാസയുടെ ബഹിരാകാശ യാത്രിക പെഗി വിറ്റ്സമാണ് മിഷന്റെ തലപ്പത്ത്. പോളണ്ടിൽ നിന്നുള്ള ബഹിരാകാശ സഞ്ചാരി സോവോസ് ഉസാൻസ്കിയും ഹംഗറിയിൽ നിന്നുള്ള ബഹിരാകാശ യാത്രികൻ ടിബർ കാബു മിഷൻ സ്പെഷ്യലിസ്റ്റുമാരാണ്. 14 ദിവസം നീണ്ടു നിൽക്കുന്ന ദൗത്യത്തിൽ മൈക്രോഗ്രാവിറ്റിയിൽ നിരവധി പരീക്ഷണങ്ങൾ നടത്താനാണ് ആക്സിയം 4 മിഷൻ ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക് അമൃത TV. വയനാട് ചൂരൽമലയിൽ കനത്ത മഴ. പുന്നപ്പുഴയിൽ ഒഴുക്ക് ശക്തമാണ്. ബെയിലി പാലത്തിന് സമീപം കുത്തൊഴുക്ക്. മുണ്ടക്കൈ അട്ടമല റോഡ് വെള്ളത്തിൽ മുങ്ങി. കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായ ഭാഗത്ത് ചെറിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും തൊഴിലാളികളെ സുരക്ഷിത സ്ഥാനത്തെത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും അധികൃതർ അറിയിച്ചു. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി
രതീഷ് കുഞ്ചത്തൂർ ചേരുന്നുണ്ട്. രതീഷ്, വലിയ ആശങ്ക ഉയർത്തുന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ. പ്രത്യേകിച്ചും മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ കഴിഞ്ഞ വർഷം ഉരുൾപൊട്ടലുണ്ടായി നിരവധി ജീവനുകൾ നമുക്ക് നഷ്ടമായതാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമായ നടപടികൾ ഉണ്ടാകുമല്ലോ. ഉരുൾപൊട്ടൽ ഏതെങ്കിലും ഉണ്ടായതായി റിപ്പോർട്ടുകൾ ഉണ്ടോ? അഖില, നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. കാരണം പുന്നപ്പുഴ നവീകരിച്ചതിന്റെ ഭാഗമായി തന്നെ ഈ കഴിഞ്ഞ തവണയുണ്ടായ ഉരുൾപൊട്ടലിൽ ഈ കല്ലും മണ്ണെല്ലാം സൈഡിലേക്ക് മാറ്റിയിട്ടിരുന്നു. ഇവ ടെലിഫോൺ സംഭാഷണത്തിൽ എന്തോ സാങ്കേതിക പ്രശ്നമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ ആശങ്ക തുടരുകയാണ്. പക്ഷേ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് എന്നും അധികൃതർ അറിയിക്കുകയാണ്. മുണ്ടക്കൈ ചൂരൽമല മേഖലയിൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. ഒപ്പം പുന്നപ്പുഴയിൽ വലിയ ജലമൊഴുക്കും ഉണ്ട്. വെള്ളം ബെയിലിപ്പാലത്തിലൊക്കെ കുത്തൊഴിഞ്ഞ് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. രതീഷ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. രതീഷ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എങ്കിൽ ഇവിടെ ഈ ജനവാസ മേഖല അല്ലല്ലോ അല്ലേ ഇപ്പോൾ? അഖില, തീർച്ചയായും അത്ര ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. നേരിയ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിൽ മാത്രമാണ്. പക്ഷേ ഉഗ്രമായ ഒരു ശബ്ദം ഈ പ്രദേശത്ത് നിന്ന് കേട്ടു എന്ന് നേരത്തെ ജനങ്ങൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആശങ്ക വർദ്ധിപ്പിച്ചത്. പുന്നപ്പുഴയിൽ അതിശക്തമായ രീതിയിൽ മലവെള്ളപ്പാച്ചിലും ഉണ്ടായി. പുന്നപ്പുഴ കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ഏലമല ഉൾപ്പെടെയുള്ള എസ്റ്റേറ്റ് ഭാഗത്ത് ജോലിക്ക് പോയി ആ തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷെ അവരെല്ലാം ഇപ്പോൾ സുരക്ഷിതമായ രീതിയിൽ തന്നെ താഴേക്ക് എത്തിച്ചിട്ടുണ്ട്, ഈ മറുകരയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ തൊഴിലാളികളെല്ലാം തന്നെ സുരക്ഷിതരാണ്. മറ്റ് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ജനവാസ മേഖലയില്ല. രാവിലെ മറ്റ് ആലിസം തോട്ടങ്ങളിലടക്കം ശക്തമായ ഒരു മഴയുണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ തൊഴിലാളികളെ കടത്തിവിട്ടിരുന്നില്ല. പക്ഷേ ഈ സ്വകാര്യ എസ്റ്റേറ്റുകൾ, അതായത് ഏലം അടക്കമുള്ള തോട്ടങ്ങളിലേക്കാണ് തൊഴിലാളികൾ പോയത്. അവരെ ഇപ്പോൾ തിരികെ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ കൂടുതൽ റവന്യൂ സംഘത്തെ നേരത്തെ വില്ലേജ് ഓഫീസർ അടക്കം ജനങ്ങൾ തടയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോഴും പ്രദേശത്ത് ഇവിടുത്തെ ആക്ഷൻ കമ്മിറ്റിയുടെ അടക്കമുള്ള പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ ജനങ്ങൾ സംഘടിച്ചിരിക്കുകയാണ്. അവർ തഹസിൽദാർ സ്ഥലത്തെത്തിയാൽ തടയുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം ഈ പരിശോധന നടത്തേണ്ടതുണ്ട്. കാരണം മുണ്ടക്കൈ ഭാഗത്ത് ഇത്തരത്തിൽ മണ്ണിടിച്ചിലാണോ അതോ ഉരുൾപൊട്ടലാണോ എന്ന് പരിശോധിച്ചാൽ മാത്രമേ കൂടുതൽ വ്യക്തത വരൂ. അതിനാവശ്യമായ സംഘം ഈ മേഖലയിലേക്ക് തിരിക്കുമെന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. പക്ഷേ അത്തരത്തിൽ വരുന്ന ഉദ്യോഗസ്ഥരെ തടയാൻ തന്നെയാണ് നിലവിൽ ഇവിടുത്തെ പ്രദേശവാസികൾ അടക്കം നാട്ടുകാർ തീരുമാനിച്ചിരിക്കുന്നത്. അത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വില്ലേജ് ഓഫീസറെ അടക്കം തടഞ്ഞു വെച്ചിരുന്നു. കാരണം കഴിഞ്ഞ തവണ ജോൺ മത്തായി ദുരന്തത്തിന് ശേഷം ജോൺ മത്തായി മാർക്ക് ചെയ്ത സ്ഥലങ്ങളിൽ അടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. സുരക്ഷിതമായ കേന്ദ്രമെന്ന് അടയാളപ്പെടുത്തിയ പടവെട്ടിക്കുന്നിലടക്കം റോഡിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ അവരുടെ പ്രതിഷേധം ശക്തമായി തന്നെ നേരത്തെ ഉന്നയിച്ചത്. ഇനി വരുന്ന റവന്യൂ സംഘത്തെയും തടയുമെന്ന് ഇവിടുത്തെ പ്രദേശവാസികളായ ജനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥലത്ത് ഇപ്പോഴും ഇവർ സംഘടിതരായി തന്നെ നിലനിൽക്കുകയാണ്. അഖില, ശരി. രതീഷ് കുഞ്ചത്തൂറാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലകളിലും ശക്തമായ മഴയാണ്. ചാലിയാറിന്റെ പ്രധാന പോഷക നദികളിലൊന്നായ ഇരുവഴിഞ്ഞിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ. കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മലയോര ഗ്രാമങ്ങളിലൂടെ ഒഴുകി ചാലിയാറിൽ ചേരുന്ന നദിയാണ് ഇത്. സംസ്ഥാനത്ത് പലയിടത്തും കനത്ത മഴ തുടരുകയാണ്. വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടു. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാലവർഷം കേരളത്തിലെത്തിയിട്ട് ഒരു മാസം തികയുമ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം ഇതുവരെ 53% അധിക മഴ ലഭിച്ചു. കൂടുതൽ മഴ പെയ്തത് കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ്. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിൽ കേരളത്തിൽ നിന്നുള്ള 950 വ്യക്തികളുടെ പേരുകളുണ്ടെന്ന് NIA. ഹൈക്കോടതിയിൽ NIA സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. മുൻ ജില്ലാ ജഡ്ജിയുടേതടക്കമുള്ള പേരുകൾ പ്രതികളിൽ നിന്നും കണ്ടെടുത്തുവെന്നും NIA പറയുന്നു. പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടന അവർക്ക് ഭീഷണിയായ മറ്റ് സമുദായങ്ങളിലെ നേതാക്കളുടെ പേരുകൾ ശേഖരിക്കുകയും എതിരാളികളെ ഉന്മൂലനം ചെയ്യാൻ പ്രവർത്തിക്കുന്നുണ്ടെന്നുമാണ് NIA ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. എതിരാളികളെ നേരിടാൻ പോപ്പുലർ ഫ്രണ്ടിന്റെ കേഡർമാർക്ക് ശാരീരികവും ആയുധ പരിശീലനവും നൽകുന്നുണ്ടെന്നും NIA പറയുന്നു. ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ട് ഏർപ്പെട്ടിട്ടുണ്ടെന്നാരോപിച്ച് 2020 NIA കേസ് രജിസ്റ്റർ ചെയ്തത്. പിന്നീട് 2022 ഡിസംബറിൽ പാലക്കാട് നടന്ന RSS നേതാവ് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിന്റെ അന്വേഷണം NIA ഏറ്റെടുത്തിരുന്നു. ഈ രണ്ട് അന്വേഷണവും NIA ഒരുമിച്ച് കൊണ്ടുപോവുകയായിരുന്നു. ഈ അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഇപ്പോഴുള്ള വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത്. പാലക്കാട് സ്വദേശികളായ മുഹമ്മദ് ബിലാൽ, റിയാസുദ്ദീൻ, അൻസാർ KP, സഹീർ KV എന്നിവരുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നതിനിടയിലാണ് NIA റിപ്പോർട്ട് സമർപ്പിച്ചത്.
പ്രതിയായ സിറാജുദ്ദീനിൽ നിന്ന് പിടിച്ചെടുത്ത 8 രേഖകളിൽ ഇതര സമുദായങ്ങളിൽ നിന്നുള്ള 240 പേരുടെ പട്ടികയുണ്ടെന്നും പ്രതിയായ അബ്ദുൾ വഹാബിന്റെ കയ്യിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യം വെച്ച 5 പേരുടെ വിവരങ്ങൾ ലഭിച്ചുവെന്നും ഇതിലായിരുന്നു മുൻ ജില്ലാ ജഡ്ജിയുടെ പേര് ഉൾപ്പെട്ടതെന്നും NIA പറയുന്നു. മറ്റൊരു പ്രതിയിൽ നിന്ന് 232 പേരുകൾ പിടിച്ചെടുത്തുവെന്നും ഇയാൾ മാപ്പുസാക്ഷിയായെന്നും പിന്നീട് പ്രതി അയ്യൂബിന്റെ വീട്ടിൽ നടന്ന പരിശോധനയിൽ 500 പേരുടെ ലിസ്റ്റും പിടിച്ചെടുത്തിരുന്നുവെന്നും NIA പറയുന്നു. ആലുവയിലെ പെരിയാർ വാലി ക്യാമ്പസ് PFIയുടെ ആയുധ പരിശീലന കേന്ദ്രമായിരുന്നുവെന്നും ഇത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമപ്രകാരം തീവ്രവാദത്തിൽ ഉൾപ്പെടുമെന്നും NIA കോടതിയിൽ അറിയിച്ചിട്ടുണ്ട്. ആരോപണങ്ങളെല്ലാം കുറ്റാരോപിതർ നിഷേധിച്ചു. യാതൊരു തെളിവുമില്ലാതെ കെട്ടിച്ചമച്ചതാണ് ആരോപണങ്ങളെന്നും തങ്ങൾ നിരപരാധികളാണെന്നും ഇവർ പറഞ്ഞു. ഇരുവിഭാഗങ്ങളുടെ വാദം കേട്ട കോടതി ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട അധ്യായങ്ങളിലൊന്നായ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ 50ാം വാർഷികമാണിന്ന്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ ജനാധിപത്യ ധ്വംസനമെന്ന് ചൂണ്ടിക്കാട്ടി 1 വർഷം നീളുന്ന പ്രചാരണ പരിപാടികൾക്ക് കേന്ദ്ര സർക്കാർ തുടക്കമിട്ടു. 1975 ജൂൺ 26 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടെന്ന വാർത്തയും കേട്ടാണ് അന്ന് രാജ്യമുണർന്നത്. തലേന്ന് രാത്രി ഏറെ വൈകിയായിരുന്നു രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ആ ഒറ്റ രാത്രി കൊണ്ട് പലതും മാറിമറിഞ്ഞു. പുലർച്ചെ 2നും 4നും ഇടയിൽ തന്നെ ഭൂരിഭാഗം പ്രതിപക്ഷ നേതാക്കളും അറസ്റ്റിലായിരുന്നു. മാധ്യമങ്ങൾക്കുമേൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയപ്പോൾ മൗലികാവകാശങ്ങൾ ഉറപ്പാക്കുന്ന ഭരണഘടനയുടെ 14, 21, 22 വകുപ്പുകൾ നിർവീര്യമാക്കി. ഇന്ത്യയിലെ സകല അധികാരങ്ങളും ഇന്ദിരാഗാന്ധി എന്ന ഒരൊറ്റ വ്യക്തിയിൽ കേന്ദ്രീകരിച്ചു. പല കാരണങ്ങളായിരുന്നു രാജ്യത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ മാറ്റിമറിച്ച തീരുമാനത്തിലേക്ക് ഇന്ദിരയെ നയിച്ചത്. സമ്പൂർണ്ണ വിപ്ലവത്തിനായുള്ള ജയപ്രകാശ് നാരായണന്റെ സമരാഹ്വാനത്തിനൊപ്പം രാജ്യത്തിന്റെ പല ഭാഗത്തും ശക്തമായ വിദ്യാർത്ഥി സമരങ്ങൾ, മറ്റ് പ്രക്ഷോഭങ്ങൾ. ഇതിനു പുറമെ തെരഞ്ഞെടുപ്പ് കേസിലെ അലഹബാദ് ഹൈക്കോടതി വിധി കൂടി എതിരായതോടെ അതുവരെ ഉണ്ടായിരുന്ന ഇന്ദിരയുടെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടുകയായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭാംഗത്വം റദ്ദാക്കപ്പെട്ടു. 6 വർഷത്തേക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ലെന്നും വിധിക്കപ്പെട്ടു. ഇതിനു പിന്നാലെയാണ് ഓൾ ഇന്ത്യ റേഡിയോയിലൂടെ ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. പ്രതിഷേധങ്ങളുടെ ശബ്ദം നേർത്തതായിരുന്നുവെങ്കിലും അത് പല കോണുകളിൽ നിന്നും പല രൂപത്തിൽ അരങ്ങേറി. ഭരണകൂട ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ചില മാതൃകകൾ തന്നെ ഉണ്ടായി. അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലെ കേരള മോഡൽ പ്രതിഷേധങ്ങൾ ചരിത്രത്തിന്റെ കൂടി ഭാഗമാണ്. 1977 മാർച്ച് 21 പിൻവലിക്കുന്നതുവരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ നിന്ന് മാത്രം 15,000 രാഷ്ട്രീയ പ്രവർത്തകർ അറസ്റ്റിലായി. ഒടുവിൽ 1977 ഇന്ദിരാഗാന്ധി വീണ്ടും പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അടിയന്തരാവസ്ഥയുടെ പരിണിത ഫലമായി 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. അത്ര എളുപ്പത്തിൽ മറക്കാനാകാത്തതും ഒരിക്കലും മറന്നുകൂടാത്തതുമാണ് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ അടിയന്തരാവസ്ഥ എന്ന അധ്യായം. ജനങ്ങളാൽ തെരഞ്ഞെടുത്ത സർക്കാർ സ്വന്തം പൗരന്മാർക്കു നേരെ അതിക്രമം നടത്തിയതിന്റെ ഓർമ്മ കൂടിയാണ് അടിയന്തരാവസ്ഥ കാലം. ന്യൂസ് ഡെസ്ക്, അമൃത TV. അടിയന്തരാവസ്ഥ ഇന്ത്യയുടെ ഇരുണ്ട അധ്യായമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് സർക്കാർ ജനാധിപത്യത്തെ തടവിലാക്കിയെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. അടിയന്തരാവസ്ഥ ഭരണഘടനയെ ഇല്ലാതാക്കിയത് കണ്ടു. കോടതികളെ വരുതിയിലാക്കാനും ശ്രമം നടന്നു. സംവിധാന ഹത്യാ ദിനമായി ദിവസം ആചരിക്കുമെന്നും പ്രധാനമന്ത്രി കുറിച്ചു. ജനാധിപത്യത്തെ പിടിച്ചുകുലുക്കിയ ഇരുണ്ട കാലമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലഘട്ടമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാജ്യം ഒരിക്കലും സ്വേച്ഛാധിപത്യത്തിന് മുന്നിൽ തലകുനിക്കില്ലെന്നും തന്റെ അധികാരത്തിന് ഭീഷണിയുണ്ടെന്ന് കണ്ട് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതാണെന്നും അമിത്ഷാ പറഞ്ഞു. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷിക ദിനത്തിന്റെ ഭാഗമായി ഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു അമിത്ഷായുടെ പരാമർശം. അടിയന്തരാവസ്ഥ ഇന്ത്യൻ ചരിത്രത്തിലെ കറുത്ത അധ്യായമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. താൽപര്യ സംരക്ഷണത്തിന് പാർലമെന്ററി വ്യവസ്ഥ വലിച്ചെറിയും എന്നതിന്റെ ഉദാഹരണമായിരുന്നു അത്. ഇന്ത്യ ന്യൂ ഫാസിസത്തിന്റെ ആരംഭത്തിലേക്കുള്ള യാത്രയിലാണ്. ഇന്ത്യയെ ശരിയായ പാതയിലൂടെ നയിക്കാനുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അടിയന്തരാവസ്ഥ അനുഭവങ്ങൾ ഞങ്ങൾക്കെല്ലാം ഊർജ്ജം നൽകിയ ഒന്നാണ്. അടിയന്തരാവസ്ഥ കൊണ്ട് അന്ന് 10, 20, 22 വയസ്സ് പ്രായമുള്ള ഞങ്ങളൊക്കെ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരെന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ അടിയന്തരാവസ്ഥയുടെ ഭീതിജനകമായ സാഹചര്യത്തിൽ പ്രവർത്തനമെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ കോൺഗ്രസും ആഗ്രഹിച്ചതുപോലെ അവരുടെ വായി മാറുമെന്നായിരുന്നു അവരുടെ ധാരണയെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ട് പറയും. BJPയിലേക്കില്ല എന്ന് ആവർത്തിച്ച് ശശി തരൂർ MP.
തന്റെ നിലപാടുകളെ BJP-യിലേക്കുള്ള എടുത്തുചാട്ടമായി പലരും വ്യാഖ്യാനിക്കുന്നുവെന്നും അവർ ഗൂഢലക്ഷ്യങ്ങളോടെയാണ് പറയുന്നതെന്നും ഹിന്ദുവിലെ ലേഖനത്തിൽ ശശി തരൂർ ആരോപിക്കുന്നു. ദേശത്തിനും ദേശീയതയ്ക്കും വേണ്ടിയാണ് താൻ നിലകൊള്ളുന്നത്. ഓപ്പറേഷൻ സിന്ധൂർ എന്നത് രാജ്യത്തിന്റെ ഐക്യമാണ്. രാഷ്ട്രീയമായ ഭിന്നതകൾ രാജ്യ താൽപര്യത്തിന്റെ അതിർത്തികൾ ലംഘിക്കരുതെന്നും തരൂർ പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഊർജ്ജവും വിജയകരമായ നയതന്ത്ര നീക്കങ്ങളും രാജ്യത്തിന്റെ നിലപാടുകൾക്ക് ആഗോളതലത്തിൽ സുപ്രധാന പിന്തുണ നേടുന്നതിന് സഹായകരമായി എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. നേരത്തെ മോസ്കോയിൽ റഷ്യൻ നയതന്ത്ര പ്രതിനിധികളുമായി തരൂർ ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാല നയതന്ത്ര തലത്തിലേക്ക് സൗഹൃദം ഉറപ്പിക്കുന്നതിനുള്ള സംഭാഷണം വിജയകരമായിരുന്നുവെന്നും തരൂർ പറഞ്ഞു. പശ്ചിമേഷ്യയിൽ സംഘർഷത്തിനായവ ഇന്നലെ രാത്രി പരസ്പരം ആക്രമിക്കാതെ ഇറാനും ഇസ്രയേലും. വിജയാവകാശവാദങ്ങളുമായി ഇരു രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാനും ഇസ്രയേലും അടക്കം ഗൾഫ് മേഖലയിലെ വ്യോമപാതകൾ തുറക്കുന്നു. അതിനിടെ ഇറാന്റെ ആണവ പദ്ധതികൾ തകർക്കാനായില്ലെന്ന പെന്റഗൺ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ റിപ്പോർട്ട് തള്ളി ട്രംപ് രംഗത്തെത്തി. കഴിഞ്ഞ മണിക്കൂറുകളിൽ പരസ്പരം ആക്രമിക്കാതെ സംയമനത്തിന്റെ പാതയിലാണ് ഇറാനും ഇസ്രയേലും. 12 ദിവസം നീണ്ട സംഘർഷത്തിനു ശേഷം 24 മണിക്കൂറിനുള്ളിൽ പൂർണ്ണ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചതിനു ശേഷവും ഇറാന്റെ അവസാനവട്ട മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേൽ തിരിച്ചടി നൽകിയിരുന്നു. ഇതോടെ ഡൊണാൾഡ് ട്രംപ് വെടിനിർത്തൽ ധാരണ പാലിക്കണമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന് കർശന നിർദ്ദേശവും നൽകി. ഇസ്രയേൽ ബോംബാക്രമണങ്ങൾ നിർത്തണമെന്നും ഫൈറ്റർ ജെറ്റുകൾ തിരിച്ചു വിളിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. അതിനിടെ ഇറാന്റെ ആണവ നിലയങ്ങൾ അമേരിക്കയ്ക്ക് തകർക്കാനായില്ലെന്ന പെന്റഗൺ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ റിപ്പോർട്ട് ചോർന്നിട്ടുണ്ട്. ഫോർദോ, നദാൻസ്, അസ്ഫഹാൻ നിലയങ്ങളുടെ പുറത്തെ ഘടനയ്ക്ക് മാത്രമാണ് കേടുപാടുകൾ ഉണ്ടായതെന്നും മാസങ്ങൾക്കുള്ളിൽ തന്നെ ചിലപ്പോൾ ഇറാന് തങ്ങളുടെ ആണവ റിയാക്ടർ പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങിയെത്താമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പെന്റഗൺ റിപ്പോർട്ട് ട്രംപ് അപ്പാടെ തള്ളിയിട്ടുണ്ട്. 12 ദിവസത്തെ യുദ്ധത്തിൽ ഇറാനും ഇസ്രയേലും ഒരുപോലെ വിജയാവകാശം ഉന്നയിക്കുകയാണ്. ശത്രുവിന് തക്കതായ ശിക്ഷ നൽകിയെന്നും ഇറാനെ എതിർത്താൽ കനത്ത പിഴ നൽകേണ്ടി വരുമെന്ന് ലോകം തിരിച്ചറിഞ്ഞുവെന്നും ഇറാൻ പ്രസിഡന്റ് മൊസൂദ് പെസസ്കിയാൻ പറഞ്ഞു. ഇറാന്റെ കരുത്ത് സഹോദര രാജ്യങ്ങൾക്കായി തുടരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 12 ദിവസത്തെ യുദ്ധം അവസാനിച്ചതായി പ്രഖ്യാപനം വന്നതോടെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ജനങ്ങൾ ആഹ്ലാദ പ്രകടനം നടത്തി. അതിനിടെ ഖത്തറിൽ ഇന്നലെ GCC രാഷ്ട്രങ്ങൾ യോഗം ചേർന്ന സ്ഥിതിഗതികൾ വിലയിരുത്തി. മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയ ട്രംപിനെ അഭിനന്ദിച്ച് തുർക്കി പ്രസിഡന്റ് തയ്യിപ്പ് എർദോഗനും രംഗത്തെത്തി. നാറ്റോ ഉച്ചകോടിക്കിടെയായിരുന്നു കൂടിക്കാഴ്ച. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് അയവ് വന്ന സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിലുണ്ടായ ഭീതി ഒഴിയുകയാണ്. പൂർവ്വസ്ഥിതിയിൽ സർവീസ് തുടങ്ങിയതായി ഒമാൻ എയർ അറിയിച്ചു. വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെ ഇറാനും ഇസ്രയേലും വ്യോമപാതകൾ തുറന്നിട്ടുണ്ട്. ജൂൺ 13 ശേഷമുള്ള ആക്രമണങ്ങളിൽ 13 കുട്ടികൾ ഉൾപ്പെടെ 610 പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ സ്ഥിരീകരിച്ചു. ഇറാന്റെ മിസൈൽ ആക്രമണ പരമ്പരയിൽ 28 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടുവെന്ന് ഇസ്രയേലും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, അമൃത TV. വെടിനിർത്താൻ ഇറാനും ഇസ്രയേലും തീരുമാനിച്ചതിനു പിന്നാലെ ഓപ്പറേഷൻ സിന്ധൂർ രക്ഷാദൌത്യം താൽക്കാലികമായി അവസാനിപ്പിച്ച ഇന്ത്യ വെടിനിർത്തിയ സാഹചര്യത്തിൽ ഒഴിപ്പിക്കൽ ദൌത്യം അവസാനിപ്പിക്കുകയാണെന്ന് ഇറാനിലെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. ഇന്നലെ 618 ഇന്ത്യക്കാർ മടങ്ങിയെത്തി. ഇറാനിൽ നിന്ന് 292 പേരും ഇസ്രായേലിൽ നിന്ന് 326 പേരുമാണ് മടങ്ങിയെത്തിയത്. ഇതോടെ 2295 ഇന്ത്യക്കാർ മടങ്ങിയെത്തി. മഷ്ഹദിലെ ഹോട്ടലിൽ പ്രത്യേകം ആരംഭിച്ചിരുന്ന ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനവും അവസാനിപ്പിച്ചു. മഷ്ഹദിലെ സദർ ഹോട്ടലിൽ എംബസി ലഭ്യമാക്കിയിരുന്ന മുറികൾ ഇന്നുകൂടി തുടരും. ഇറാനിലുള്ള ഇന്ത്യക്കാർക്ക് എംബസി അധികൃതരിൽ നിന്നും എന്തെങ്കിലും സഹായം ആവശ്യമാണെങ്കിൽ മുമ്പ് ലഭ്യമാക്കിയിരുന്ന അടിയന്തര ഹെൽപ്പ് ലൈൻ വഴി സഹായം തേടാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജനവിധിക്ക് പിന്നാലെ സംസ്ഥാന സമിതി യോഗങ്ങളിലേക്ക് കടന്ന CPM ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ്. നാളെ സംസ്ഥാന സമിതി ചേരും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജിനെ കളത്തിലിറക്കി നടത്തിയ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഫലം സെക്രട്ടേറിയറ്റ് യോഗം വിശദമായി വിലയിരുത്തും. ഭരണവിരുദ്ധ വികാരം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടില്ലെന്നും പാർട്ടി അടിത്തറയ്ക്ക് കോട്ടം സംഭവിച്ചിട്ടില്ലെന്നുമാണ് പൊതുവെയുള്ള വിലയിരുത്തലെങ്കിലും നിലമ്പൂരിലെ സ്വാധീന കേന്ദ്രങ്ങളിലുണ്ടായ വോട്ട് ചോർച്ച വിലയിരുത്തപ്പെടും. നിലമ്പൂരിലെ തോൽവി മുന്നണി വിശദമായി പരിശോധിക്കുമെന്നും എത്ര തോൽവി ഏറ്റുവാങ്ങിയാലും വർഗീയ കക്ഷികളുമായി കൂട്ടുകൂടില്ലെന്നും LDF കൺവീനർ TP രാമകൃഷ്ണൻ. RSSും ജമാഅത്തെ ഇസ്ലാമിയും മതരാഷ്ട്രവാദികളാണ്. രണ്ടിനെയും ഒരുപോലെ എതിർക്കണം. ഒറ്റക്കെട്ടായ പ്രചാരണം നയിച്ചുവെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. നിലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് ഫലം വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്യേണ്ടുന്ന ഒരു സംഗതിയാണ്. നിലമ്പൂരിലെ വിജയം UDFന്റെ ടീം വർക്കിന്റെ ഫലമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വരുന്ന തെരഞ്ഞെടുപ്പുകളും കൂട്ടായ പ്രവർത്തനത്തിലൂടെ നേരിടുമെന്നും സതീശൻ പറഞ്ഞു. ടീം UDFന്റെ വിജയമാണ് നിലമ്പൂരിൽ കാണുന്നത്. അത് ഒരു വ്യക്തി കേന്ദ്രീകൃതമല്ല, വ്യക്തി കേന്ദ്രീകൃതമല്ല.
നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയം CPIയും LDFും പരിശോധിക്കുമെന്ന് ബിനോയ് വിശ്വം. ലഭ്യമായ വിവരങ്ങൾ വെച്ച് പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. വിശദമായ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. വിലയിരുത്തി വിശദമായിട്ടുള്ള എന്ന് പറയാനായിട്ടില്ല. ലഭ്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം വെച്ച് ഒരു പ്രാഥമികമായ വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് മാത്രം അത് പൂർത്തിയായിട്ടില്ല. ശബ്ദരേഖാ വിവാദത്തിൽ പ്രതികരണവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. നേതാക്കൾക്കെതിരായ നടപടി പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യും. നടപടിയെപ്പറ്റി പുറത്ത് പറയാനില്ലെന്നും ശബ്ദരേഖയിൽ ഉൾപ്പെട്ട നേതാക്കൾ നല്ല നേതാക്കളാണെന്നും നേതാക്കൾക്ക് തെറ്റുപറ്റിയാൽ പാർട്ടി അത് തിരുത്തുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി. അത് വലിയ കാര്യമല്ല. തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉചിതമായ തെരഞ്ഞെടുത്തിട്ടുണ്ട്. പാർട്ടിക്കകത്ത് റിപ്പോർട്ട് ചെയ്യും. VSന്റെ ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഇന്നലെ ആശുപത്രിയിലെത്തി അരുൺകുമാറുമായി സംസാരിച്ചു. ആശുപത്രിയിലെത്തിയപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ മെച്ചപ്പെട്ട ആരോഗ്യനിലയിലേക്ക് VS എത്തി. ഡോക്ടർമാരും കുടുംബവും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതാണെന്ന് അറിയിച്ചുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അരുൺ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച ചെയ്തു. മുഖ്യമന്ത്രി രാവിലെ 11 മണിക്ക് പോയിരുന്നു. ഡോക്ടർമാരൊക്കെ ആയിട്ട് ചർച്ച ചെയ്തു. അപ്പോൾ സ്റ്റേബിളായിട്ടാണ് ഇപ്പോഴുള്ളത്. കുറച്ചും കൂടി മെച്ചപ്പെട്ട സ്ഥിതിയാണ്. അഡ്മിറ്റ് ചെയ്യുന്നതിനേക്കാൾ അന്ന് അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ടതാണെന്നാണ് ഡോക്ടർമാരും കുടുംബാംഗങ്ങളും പറഞ്ഞത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു നിമിഷം മതി സ്വപ്നങ്ങളൊക്കെ തകിടം മറിഞ്ഞ് ജീവിതം ദുരിതത്തിലേക്ക് വീണുപോകാൻ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് കൊല്ലം ചാത്തന്നൂർ സ്വദേശി ഷൈജുവും കുടുംബവും. ഇരുകാലുകളുടെയും ചലനശേഷി നഷ്ടപ്പെട്ട ഷൈജുവിന് പക്ഷേ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിട്ടില്ല. സ്വപ്നം കണ്ട ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുമെന്ന മനക്കരുത്തുണ്ട്. ഒപ്പം നിൽക്കാൻ നമ്മളിലെ നന്മകൾ ഉണ്ടാകുമെങ്കിൽ അതിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. രാവിലെ പത്രം ഇടാൻ പോയതാ 5:30 മണിക്ക്. ആക്റ്റീവിൽ നിന്ന് പത്രം എടുത്ത് നടന്നു പോയപ്പോൾ ഒരു ലൂക്ക് ബൈക്ക് വന്ന് ഇടിച്ച് തെറിപ്പിച്ച് നടന്നു പോയപ്പോൾ ഇപ്പോൾ ഏകദേശം 3 വർഷം ആവാൻ പോകുന്നു. 2 കാലും ഒടിഞ്ഞ്, ഒരു കാല് 3 ഓപ്പറേഷൻ കഴിഞ്ഞ്, ഇപ്പം ഈ കാല് 2 ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 1 മാസം ആയതേ ഉള്ളൂ. അപകടം കണ്ട് ഓടിക്കൂടിയവർ ഷൈജുവിനെ ആശുപത്രിയിലെത്തിച്ചു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചു വീണപ്പോൾ തകർന്നുപോയ കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വരുമെന്ന് ഡോക്ടർ വിധിയെഴുതി. എന്തെങ്കിലും സാധ്യമെങ്കിൽ ആ കാലുകൾ മുറിച്ചു മാറ്റരുതെന്ന കുടുംബം ഡോക്ടർക്ക് മുന്നിൽ തൊഴുതു പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ് ഒരാഴ്ച കഴിയുമ്പോൾ പറഞ്ഞ് ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ല, നമുക്കൊന്ന് അകത്ത് അഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു. അകത്ത് ചെയ്ത് ശരിയാവുമെന്തോ. പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പം പിന്നെ ഇളക്കിയിട്ട് ഒന്നുകൂടെ വാഷ് ചെയ്ത് വീണ്ടും ഒന്നുകൂടെ ഓപ്പറേഷൻ ചെയ്ത്. പിന്നെ അത് വീണ്ടും നോക്കിയപ്പം പറഞ്ഞ് അത് ഉണങ്ങുന്നില്ല, നമുക്കിനിയിപ്പം വെളിയിൽ കമ്പിയിട്ടേ പറ്റത്തുള്ളൂ, അകത്ത് ഊരി മാറ്റണമെന്ന് പറഞ്ഞ്. ചെയ്തത് ശരിയാവുന്നില്ല. ഇപ്പം ആശുപത്രി ചെന്ന് വീണ്ടും പിന്നെ ഡോക്ടർ ഇപ്പം പറഞ്ഞ് വലത്തേക്ക് മറ്റേതിൻ്റെ കാലിൻ്റെ റിങ് ഇട്ടിരിക്കുകയായിരുന്നു കാലി, അത് ഊരിയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നു. മറ്റേ വലത്തെ കാലിൻ്റെ ലിഗമെൻറ്റ് പോയി കിടക്കണമെന്ന് പറഞ്ഞ് ഇത് റിങ് ഊരിയിട്ടേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഇത്രയും നാൾ എടുത്തു. പിന്നെ നമുക്ക് ചെയ്യാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഇത്രയും നാൾ നീട്ടിയെടുത്തത്. ജീവിതം മുന്നിലൊരു ചോദ്യചിഹ്നമാകുമ്പോഴും ഭാര്യയുടെയും കുട്ടികളുടെയും നിരാശയ്ക്ക് മുന്നിൽ ഒരു പുഞ്ചിരിയുമായി ഷൈജു പറയുന്നു, എല്ലാം ശരിയാകും. 10ൽ പഠിക്കുന്ന മകൾ, 9ൽ പഠിക്കുന്ന മകൻ, പാതിയിൽ നിലച്ചുപോയ വീടെന്ന സ്വപ്നം. പഠിക്കുന്ന സമയമാണ് 10ലായപ്പോഴേ. അപ്പോഴും നമുക്കൊന്നും പറ്റാത്ത അവസ്ഥയായിപ്പോയി. നല്ലത് കുഞ്ഞുങ്ങൾ വളർന്ന് വന്ന് പഠിക്കുന്ന സമയമാണ് ഇപ്പോൾ. അപ്പോഴാണ് ഇങ്ങനെ ആയത്. പിന്നെ ഒരു വീട് വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടായി, അതും തകർന്നു. ഒറ്റ റൂമിലാണ് നമ്മളെ ജീവിതം. നമ്മളെയൊക്കെ പോലെ ഒരുപാട് പ്രതീക്ഷകളോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴായിരുന്നു ഷൈജുവിന് ഈ ദുരന്തമുണ്ടായത്. ഈ കാലുകളുടെ ചികിത്സയ്ക്കായി ഒരുപാട് പണം ഇവരുടെ കയ്യിൽ നിന്നും ചിലവായി. ഇനിയും ഒരുപാട് പണം ആവശ്യമുണ്ട്. ഒപ്പം നന്നായി പഠിക്കുന്ന 2 കുട്ടികൾ, അവരുടെ പഠനത്തിനും ഒരുപാട് പണം ആവശ്യമുണ്ട്. ഈ സഹായത്തിനാണ് ഇവർ പ്രേക്ഷകരോട് ഒരു സഹായം ചോദിക്കുന്നത്. പ്രദീപ് വാളത്തുകളിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. പ്രേക്ഷകരുടെ ചെറിയ സഹായം ഒരുപക്ഷെ ആ കുടുംബത്തിൻ്റെ വലിയ പ്രതീക്ഷയായി മാറും. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരുടെ സഹായം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഈ റിപ്പോർട്ടോടെ ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. നമസ്കാരം.